ഞാൻ മേലാങ്കോട് ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ പേര് ഗീതാകുമാരി. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, 4 വർഷമായി. അപ്പം അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി മക്കളയച്ച ബാധ്യതകളൊക്കെ എനിക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ അസുഖം വച്ചിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ടി ഇറങ്ങി. ഇപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഈ ചേച്ചി കൂടെ എൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് നടത്തിപ്പോകും. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 8 മാസം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 3 പ്രാവശ്യം വണ്ടി ഇടിച്ച് ഞങ്ങൾ 2 പെണ്ണുങ്ങളിൽ നിന്ന് നടത്തിക്കൊണ്ടു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു ആപത്തും പറ്റിയില്ല. സാധനങ്ങളൊക്കെ നാശനഷ്ടം വന്ന് അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നാൽ ഒരു ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മതിയാക്കി. അപ്പോഴാണ് നമ്മളിപ്പോൾ ഈ നടത്തുന്ന കടയുടെ ഓണർക്ക് എന്നെ അറിയാമായിരുന്നു. പുള്ളി മുഖാന്തരം ഇതൊരു വർക്ക്ഷോപ്പായിരുന്നു, നിങ്ങൾക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്കത് തന്നു. ഞാനിവിടെ വന്നിട്ട് 3 മാസം. ഏതൊരു ചെറിയ അസുഖം വന്നാലും തളർന്നു പോകുന്ന എന്നെപ്പോലുള്ളവർക്ക് ഏറ്റവും നല്ല ഉത്തമ മാതൃകയാണ് ഗീതാകുമാരി എന്ന അമ്മ. ക്യാൻസർ എന്ന മഹാമാരിയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്താ എന്ന് ചോദിക്കുക ക്യാൻസറിനോട്. അതായത് സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിലും അമ്മ സ്വന്തമായി തന്നെ 2 കാലിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ തന്നെ കച്ചവടം നടത്തി നല്ല നല്ല ഭക്ഷണം വിളമ്പി നാട്ടുകാരെ നല്ല ഭക്ഷണം കഴിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം അമ്മയുടെ കടയിലെ വിശേഷങ്ങൾ കാണാം. കമോൺ. പണ്ട് ഹോട്ടൽ, എൻ്റെ ഭർത്താവിന് ഹോട്ടലായിരുന്നു. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം മക്കളായതിനു ശേഷം ഞാനും പുള്ളിയുടെ കൂടെ പോയി സഹായിക്കാൻ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്. അപ്പോൾ മക്കളെ 3 പേരെയും വിട്ട് എന്നെ വിട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഫീൽഡേ അറിയാം. അപ്പോൾ ഇത് ഞാൻ SP ഫോർട്ടിൻ്റെ അവിടെ വെച്ചിരുന്നുണ്ട്. SP ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ തട്ടുകട വച്ചിരുന്നത്. അവിടെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ അസുഖം വന്നത്, ക്യാൻസർ വന്നത്. എല്ലാ നാട്ടുകാരെ സഹായിച്ചാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും അല്ലേ, ഇതുവരെ വേറെ കുഴപ്പമില്ല. ഇനി അടുത്ത മാമോഗ്രാഫിക്ക് എഴുതിയിരുന്നു. നമുക്കിപ്പോ 3 ഇടിയപ്പം ചിക്കൻ കറി 80 രൂപ കോംബോ ഓഫർ. അതെ അതെ. എപ്പോ തുറക്കും നമ്മള്? ഞാനിപ്പോ ഇവിടെ 4:30 ഒക്കെ ആകുമ്പോ വരും. വൈകുന്നേരം. പിന്നെ 10:30 ആവും. നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 പൈസ ഉണ്ടാകും. എനിക്ക് അതാണ് ഇഷ്ടം. എത്ര വയസ്സായി? 58 വയസ്സായി. 58. പിന്നെ വേറെ വീടും കാര്യങ്ങളൊന്നും വാടകയ്ക്കാണ് അന്ന് ഇന്നും താമസിക്കും. ഹാപ്പിയാണ്. 3 മക്കളെ അയച്ചു. പേട്ടേന്ന് കവറടി ജംഗ്ഷനിലോട്ട് കവറടി. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് അല്ലാതെ? ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ചമ്മന്തി, സാമ്പാർ, രസവട, പപ്പടം, ഓംലേറ്റ്, പിന്നെ ചിക്കൻ കറി, ബീഫ്. ചിക്കൻ കറി അല്ല പെരട്ടായി ബീഫ്. പിന്നെ ഇപ്പം ചിക്കൻ ഫ്രൈ വെച്ച്, പിന്നെ മുട്ടക്കറി, കടലക്കറി. ഗീതാമ്മയുടെ വലത്തെ കൈയാണ് അല്ലേ? എന്താ പേരെന്താ? വിജയമ്മ. ഇവിടെ മെയിൻ അപ്പത്തിലാണ് ഫോക്കസ്. അപ്പം പുട്ടും പിന്നെ ഗീതയ്ക്ക് വേറെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ദോശയൊക്കെ പോകും, സപ്ലൈ ചെയ്യും. ചുരുക്കത്തിൽ ഞങ്ങൾ നാത്തൂമാരാണ്. പക്ഷെ ഞങ്ങൾ അത് നാത്തൂമാരായിട്ട് ഞങ്ങൾ കഴിയുന്നില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് വാങ്ങിക്കാൻ വന്നത്. സെക്കൻഡ് ടൈം. നല്ല പൂ പോലത്തെ അപ്പം കേട്ടോ. അമ്മ ഇങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. നല്ല ചൂട് ചിക്കൻ കറി. നൈസ്. ഞാൻ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ടേസ്റ്റും കറിയും ഉണ്ടാവും. ഇവിടെ വന്ന ആൾക്കാർ വീണ്ടും വരും. കാരണം ഇവരെ പെരുമാറ്റം അങ്ങനെയാണ്. ട്രിവാൻഡ്രം ഭാഗത്തുള്ളവരും പിന്നെ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം 4-5 മണിയുടെ സമയത്ത് വന്നാൽ നല്ല ചൂട് അപ്പോ ചപ്പാത്തിയോ പുട്ടോ ചിക്കൻ കറിയോ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പം നമ്മൾ ഈ കഴിക്കുമ്പം അത് അവർക്ക് വലിയ സഹായം കൂടിയാവും. കാരണം അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഇവരെപ്പോലുള്ള നല്ല നല്ല അമ്മമാരെ. തൽക്കാലം ഞാൻ മെല്ലെ കഴിച്ചിട്ട് വിട്ടേക്കും. അടുത്ത ദിവസം ഇങ്ങനെയുള്ള നല്ല നല്ല അമ്മമാരെ നല്ല അച്ഛന്മാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റട്ടെ എന്നൊറ്റ ആഗ്രഹമേ ഉള്ളൂ. തൽക്കാലം പൊക്കോട്ടെ. വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.